ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് നമ്മൾ ട്യൂസ്ഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്. അതായത് ജൂൺ 24 എനർജിയാണ്. അപ്പോൾ റീഡിംഗ് കാണുന്നതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ജൂൺ 24 എനർജി എന്താണ്? താങ്ക് യു. പായൽ നമ്പർ 1 എനർജി. താങ്ക് യു. കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അതായത് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേർഡ്സ്, മറ്റുള്ളവരുടെ ആക്ഷൻസ്, പ്രവൃത്തികൾ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്, പറ്റിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഇത് പാസ്റ്റിലെ മെമ്മറീസ് ആയിരിക്കാം, പാസ്റ്റിലെ ഓർമ്മകളായിരിക്കാം റിട്ടേൺ ആയിട്ട് വരുന്നത്. ഈ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇതെനിക്ക് ലഭിച്ചില്ല. ആ ഒരു വിക്ടിം മൈൻഡ് സെറ്റ്, ഈഗോയുടെ എനർജി നിങ്ങളെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി, ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ചിന്തിച്ചുകൊണ്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോ പ്രേരണ നൽകുന്നുണ്ടാകാം, എനർജീസ് നൽകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ വന്നിട്ട് ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയാണ്, ക്ഷമിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇത് ഇന്നർ ചൈൽഡ്, കുട്ടിക്കാലം, പാസ്റ്റിലെ എനർജിയാണ് പിന്നെയും റിട്ടേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഫൊർഗീവ് ചെയ്യാനായിട്ടുള്ളത്, ക്ഷമിക്കാനായിട്ടുള്ളത്, അത് മനസ്സിലാക്കി പെരുമാറാനായിട്ട് ശ്രമിക്കുക. ചില സിറ്റുവേഷൻസ്, ചില കാര്യങ്ങൾ കുറച്ചും കൂടെ ആത്മീയമായിട്ട്, കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാത്തിൻ്റെയും പിന്നിലൊരു റീസൺ ഉണ്ടാകും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. അപ്പോൾ അതെന്താണെന്ന് ഡിസ്കവറി നടത്താനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ ആശ്വാസം, ഒരു സ്വസ്ഥമായിട്ടുള്ള മനസ്സായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ചില സിറ്റുവേഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, അതായത് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടാകുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചിന്തിക്കുന്നതാണ്. പല ഓപ്ഷൻസ് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ കുറച്ചും കൂടെ ആലോചിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള എനർജീസ് നോക്കാം. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ താങ്ക് യു. ഓക്കെ, ഇവിടെ ദ സ്റ്റാറിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഓവറോൾ ബ്യൂട്ടിഫുൾ എനർജിയാണ് കാണുന്നത്. കാരണം ഈ ഒരു കാർഡ് വന്നിട്ട് ഹീലിങ്ങിൻ്റെ എനർജിയാണ്. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഫസ്റ്റ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, പ്രശ്നങ്ങൾ എന്ത് സൃഷ്ടിച്ചാലും ഫൈനലി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റിവിറ്റി, ഒരു ലൈറ്റ്, ഒരു പ്രകാശം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് വെളിച്ചമാണ്, ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. ഒത്തിരി പോസിബിലിറ്റീസ്, ഒത്തിരി ഉത്തരങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഫെയ്ത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരിക, വിശ്വാസം കൊണ്ടുവരിക. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇന്നത്തെ സംഭവങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം കൊണ്ടുവരാനായിട്ട്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരുടെ ഡ്രീംസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന ഒരു എനർജിയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളെ തേടി വരുന്നതാണ്, നിങ്ങളുടെ പാസ്റ്റ് കർമ്മയായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്, ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്, റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങളുടെ എനർജി കാണുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ എനർജി എക്സ്ചേഞ്ചും കാണുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. കുറച്ച് പേർക്ക് ഇത് ഹീലിങ്ങിൻ്റെ എനർജിയാണ്. ഉള്ളിലുള്ള ആ ഒരു ഇമോഷണൽ കാര്യങ്ങൾ, വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ടും അവസരങ്ങൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ബാക്കിയുള്ള എനർജീസ് എന്താണ്? താങ്ക് യു.
3 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്റിലെടുത്ത ഡിസിഷൻസ്, തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഇവിടെ ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പുരോഗതി, ഗ്രോത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജി ആയിരിക്കാം വരുന്നുണ്ടാകുക. ചിലപ്പോൾ പാസ്റ്റിലെ എഫേർട്ട്, നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിന് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ ലോങ് ടേം പ്ലാനിങ്ങും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ലോങ് ടേമിലോട്ട്, ഒത്തിരി ദൂരം നിങ്ങളുടെ കൂടെ ആ ഒരു എനർജി സഞ്ചരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീരുമാനം നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തു കഴിയുമ്പോൾ അത് ഒത്തിരി മാജിക്കലായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഫാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ടും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ് ലഭിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസിന്, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഓറയ്ക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ് ലഭിക്കുന്നതുമാകാം. ഇവിടെ ഡ്രീമറിൻ്റെ എനർജി വരുന്നുണ്ട്. ഇവിടെ പേടി മാറ്റി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, ഇവിടെ ഈ ഒരു കൺഫ്യൂഷൻ എന്ത് വേണമെങ്കിലും ആകാം, അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, ലീപ്പ് ഓഫ് ഫെയ്ത്തിൻ്റെ എനർജി നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പെറ്റ്സിൻ്റെ എനർജി കാണുന്നുണ്ട്, വളർത്തു മൃഗങ്ങളുടെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ് എനർജി ആയിരിക്കാം. ചിലപ്പോൾ പെറ്റ്സിനെ മേടിക്കാനായിട്ടുള്ള ബ്ലെസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് എനർജി വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ സപ്പോർട്ടാണ്, ആത്മീയമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒരു ന്യൂ പോർട്ടൽ, ന്യൂ എനർജിയിലോട്ട് നിങ്ങൾ കടക്കുന്നതാണ്. ആ ഒരു യാത്രയിൽ ഒത്തിരി ഹീലിംഗ്, ഒത്തിരി നിങ്ങളുടെ ഉള്ളിലെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ക്ഷമിച്ച് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, ഇവിടെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. ഇത് ഈ 2 കാർഡിലും സെയിം ഊർജം, സെയിം എനർജി തന്നെയാണ് കാണുന്നത്. ഒൺലി തിങ്, ഡ്രസ്സ് ഡിഫറെൻ്റ് ആണ്, അറ്റയർ ഡിഫറെൻ്റ് ആണ്, ഒരു ഡിഫറെൻറ്റ് റോളിൽ ഇവിടെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഊർജം ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ക്യാമറ, സെക്യൂരിറ്റി, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ്, ഈശ്വരനോട് ഒത്തിരി നന്ദി, ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പീസ്, ഒത്തിരി സമാധാനം, പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ എനർജീസ് ആണ്. ഒൺലി തിങ്, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുക. കുറച്ചും കൂടെ സ്നേഹം, കമ്പാഷൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാകും, ഫാമിലി ആയിരിക്കാം. അവരോട് കുറച്ചും കൂടെ ആ ഒരു സ്നേഹം, അനുകമ്പയുടെ എനർജി ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ജൂൺ 24th എനർജി. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള എനർജി എന്താണ്? താങ്ക് യു. ഇവിടെ പെർസെപ്ഷൻ്റെ എനർജിയാണ്, കാഴ്ചപ്പാടിൻ്റെ എനർജിയാണ്. അവിടെ കുറച്ചും കൂടെ ഒരു പോസിറ്റിവിറ്റി, നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോകാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. പ്രത്യേകിച്ചും നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ട്, അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വിൽക്കാനായിട്ട്, ഇപ്പോൾ വീട് വിൽക്കാനായിട്ടായിരിക്കാം, മേടിക്കാനായിട്ടായിരിക്കാം, എന്തെങ്കിലും പ്രോപ്പർട്ടി, മണി, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ദിവസം ഫോക്കസിൽ വരുന്നുണ്ടാകാം. അവിടെയും കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്.
കുറച്ചും കൂടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതിൽ കുറച്ചൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഫാമിലി, കുട്ടികൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. അവിടെ ഒരു ബാലൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള എനർജീസ് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ Tuesday energies. Thank you. Ace of Swords in എനർജിയാണ്. ഇതിലും ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ, ഷിഫ്റ്റ്, ആ ഒരു എനർജി കൂടെ നിങ്ങൾ ഓവറോൾ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ചിന്തകളിലായിരിക്കാം, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കാം. എഗെയിൻ ആ ഒരു പെർസെപ്ഷനാണ്, കാഴ്ചപ്പാടാണ് കാണിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഒത്തിരി കാര്യങ്ങൾക്ക് ക്ലാരിറ്റി, വ്യക്തത നേടുന്ന ഒരു ദിവസമായിരിക്കാം. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ എവിടെയാണ് താൻ ഫോക്കസ് ചെയ്യേണ്ടത്, അവിടെ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറിയിട്ട് ശരിക്കും എനിക്ക് എന്താണ് ആവശ്യമുള്ളത്, എവിടെയാണ് ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്, അതിലും കുറച്ച് പേര് എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങളുടെ പല തടസ്സങ്ങളും നീക്കാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ആശയവിനിമയത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. ത്രോട്ട് ചക്ര ഒത്തിരി ആക്റ്റീവ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ഒരു എനർജിയിലായിരിക്കാം ഇരിക്കുന്നുണ്ടാകുക. കുട്ടികളുടെ എനർജിയും ഫോക്കസിൽ വരുന്നുണ്ട്. അവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകുക. അപ്പോൾ ഒത്തിരി പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ടുള്ള എനർജിയിലിരിക്കുന്നതായിട്ടാണ് ഓവറോൾ ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. എഗെയിൻ ഏസിൻ്റെ എനർജിയാണ്. ഒത്തിരി ന്യൂ ബിഗിനിങ്സ്, ന്യൂ എനർജിയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയമാണ്. പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും, നിങ്ങളുടെ ക്രിയേറ്റീവ്, കലാപരമായിട്ടുള്ള എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക്. അവിടെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്, പുതിയ ഇൻസ്പിറേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ന്യൂ ഫ്രണ്ട്ഷിപ്പാണ്, പുതിയ എന്തെങ്കിലുമൊക്കെ കൂട്ടുകെട്ടുകൾ, പുതിയ കൊളാബറേഷൻ്റെ എനർജി കുറച്ച് പേർക്ക് വരുന്നുണ്ടാകും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം പോസിറ്റീവായിട്ട് വരുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി സപ്പോർട്ടും കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് സ്പിരിച്വൽ ആയിരിക്കാം, ആത്മീയമായിട്ടുള്ള സപ്പോർട്ടായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകുക. ഓക്കെ, ഇതിൽ രണ്ടിലും കുട്ടികളുടെ എനർജി ഫോക്കസിൽ വരുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അവരുടെ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, ഇത് ചിലപ്പോൾ ചാരിറ്റിയും ആയിരിക്കാം. ആ ഒരു ഏരിയയിലും കുറച്ച് പേർക്ക് ഫോക്കസ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ന്യൂ ഗ്രോത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ഒരു പുതിയൊരു വളർച്ച, പുതിയൊരു എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഇവിടെ ചാരിറ്റിൻ്റെ എനർജി വരുന്നുണ്ട്. ഇവിടെ സോൾമേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള ആ ഒരു ബോണ്ടായിരിക്കാം ഫാമിലി ലൈഫിൽ. അത് വഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് യാത്രകളായിരിക്കാം. യാത്രകൾ വഴി എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട്, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പരിശ്രമത്തിന് പോസിറ്റീവ് റിസൾട്ട് വരുന്നുണ്ടാകാം. പല രൂപത്തിലായിരിക്കാം ഈ ഒരു റിസൾട്ട് വരുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് ഫാമിലിയിലായിരിക്കാം, കുറച്ച് പേർക്ക് കരിയറിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നത് അത് നിങ്ങളുടെ വിൽ പവർ, നിങ്ങളുടെ ശക്തി യൂസ് ചെയ്തിട്ട് ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ്, ഒത്തിരി തടസ്സങ്ങൾ ഓവർകം ചെയ്ത് മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പോസിറ്റീവ് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. ഇവിടെ 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നത് ആവശ്യത്തിന് വിശ്രമം എടുക്കാനായിട്ട്, നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ഒരു പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട്
ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ കുറച്ചും കൂടെ കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ആ ഒരു എനർജി റേഡിയേറ്റ് ആകുന്നതാണ്. അവരുടെ മനസ്സിലും അവരുടെ ആ ഒരു ഓറയിലും ആ ഒരു പോസിറ്റിവിറ്റി വരുന്നതാണ്. അപ്പോൾ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും പ്രയേഴ്സ് നടത്തുന്നത്, അങ്ങനത്തെ ആക്ടിവിറ്റിയും ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാം, ഒത്തിരി മെൻ്റൽ എക്സോഷൻ്റെ എനർജി ഉണ്ടാകാം, ഒത്തിരി ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി ഉണ്ടാകാം. അപ്പോൾ അതും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളത് ഡീക്ലട്ടർ ചെയ്യാനായിട്ട്, അവിടെ ഒരു ബാലൻസ് സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാംനെസ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുക, ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. അതാണ് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നത്. ഇവിടെ 5 of Swords'ൽ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീരുമാനം എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വേണ്ടെന്ന് വയ്ക്കുന്നതായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും ഹാബിറ്റ്സ് ആയിരിക്കാം, സ്വഭാവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര പോസിറ്റീവായിട്ട് തോന്നാത്ത വ്യക്തികൾ, സിറ്റുവേഷൻസ്, കാര്യങ്ങൾ കുറച്ച് പേര് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്കിൽ വന്നിട്ട് അവേക്കനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ യുണീക്നെസ്, നിങ്ങളുടെ ആ ഒരു എനർജി ഉൾക്കൊള്ളാനായിട്ട്, അതിനെ എംബ്രേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ രീതിയിൽ വർക്കാകണം എന്നില്ല. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം പോസ് എടുക്കാനായിട്ട്, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ പെർസെപ്ഷൻ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒത്തിരി ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ ഒരു വ്യത്യസ്ത രീതിയിൽ, ഒരു ന്യൂ ലൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം. ഇവിടെ കണ്ടോ, ബാലൻസിൻ്റെ എനർജിയാണ്. ഇവിടെ പവർ ഓഫ് ഡൈവേഴ്സിറ്റിയുടെ എനർജിയും വരുന്നുണ്ട്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, അവരുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു ഡൈവേഴ്സിറ്റി കുറച്ച് പേര് അംഗീകരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഓവറോൾ ബാലൻസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.